Hi friends, welcome to M Sigma Google Sco Career Hub series. So ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന ജോബ് നോട്ടിഫിക്കേഷൻ ഈസ് അബൌട്ട് ISRO സയന്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. ഈ സെയിം ISROയുടെ സയന്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റ് ഞങ്ങൾ ഒരു 2 weeks മുന്നേ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഗേറ്റ് 2025 ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമായിരുന്നു. ബട്ട് ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്ന ISROയുടെ സയന്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റ് നിങ്ങൾ എല്ലാവർക്കും, നിങ്ങൾ 2025 പാസ് ഔട്ട് ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ഏതൊക്കെ ബ്രാഞ്ച് എന്തൊക്കെയാ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. ടുഡേ വി ഹാവ് ഡോക്ടർ കെ രംഗനാഥ് സാർ വിത്ത് us. സോ വിൽ ബി ഹെൽപ്പിംഗ് യു ടു ഗോ ത്രൂ ദിസ് നോട്ടിഫിക്കേഷൻ. ഞങ്ങൾ ഈ മൊത്തം നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്രിസ്പ് ആക്കിയിട്ട് ഞങ്ങൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തതാണ് ഇത്. ഓക്കെ, ഇത് ഞങ്ങൾ പറഞ്ഞുതരാം. ആൻഡ് ഓൾസോ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ ഞങ്ങൾ കാണിക്കുന്നില്ല, പകരം ഇതൊരു 5 വീഡിയോ ആയിട്ട് ആ നോട്ടിഫിക്കേഷനെ ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ 2025 പാസ് ഔട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മുന്നേ പാസ് ഔട്ട് ആയ കുട്ടികളാണ്, നിങ്ങൾ ഉറപ്പായിട്ടും കാണുക ഇഫ് യു ബിലോങ് ടു മെക്കാനിക്കൽ ECCS ബ്രാഞ്ച്. ഓക്കെ, ഈ വർഷം നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ISRO ക്രാക്ക് ചെയ്യാൻ പറ്റിയിരിക്കും. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതിലൊരു ട്രിക്ക് ഞാൻ എന്താന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ജോലി ISROയിൽ കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് ചെയ്തു തരാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ലുക്ക് ഇൻ ടു ദ നോട്ടിഫിക്കേഷൻ. സോ ഇത് ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റിലോട്ടേക്കാണ് ഇപ്പം വേക്കൻസി ഉള്ളത്. ഓക്കെ, അതിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ ടോട്ടൽ 320 പോസ്റ്റ് ഉണ്ട്, അല്ലെ സർ? 320 പോസ്റ്റ്. ദാറ്റ് ടു നിങ്ങൾ ശ്രദ്ധിക്കണം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 160, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 115, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 45. ഇന്ന് കേരളത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഞാൻ ഇന്ന് 2025. ഓക്കെ, പക്ഷെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞിട്ടില്ല. 160 ഓപ്പർച്യൂണിറ്റിയാണ് മെക്കാനിക്കൽ ഇത് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് കുട്ടികളുള്ള വൺ ഓഫ് ദ ബ്രാഞ്ചാണ് മെക്കാനിക്കൽ. ബട്ട് സി ദ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റി, ഇത് മാത്രമല്ല ഇനിയും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ്. അതായത് പണ്ടത്തെ വർഷത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എവിടെയും കുറഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ എടുക്കുന്ന കുട്ടികളുടെ എണ്ണേ കുറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ്. പണ്ടത്തെക്കാട്ടും കോമ്പറ്റീഷൻ കുറവാണ് ഇപ്പോൾ. ആൻഡ് സി ഇൻ ടു ECയിൽ 115 ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. 115 ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ദാറ്റ് ടു EC എടുക്കുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പൊ വളരെ കുറവാണ്. ബട്ട് യു ഹാവ്, നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞിട്ടില്ല. ലുക്ക് ഇൻ ടു CS, യു ഹാവ് 45 ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുക്കുന്ന CS ആണ്, പക്ഷെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഗവൺമെന്റ് സൈഡിൽ കുറവാണ്. Totally 320 posts they have announced. In that 54 posts are persons with benchmark disability. It is allotted. If nobody is they are getting through written test and interview, it will be converted into general category. Okay. ഫസ്റ്റ് തിങ് അത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇത് പറയാം. നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് ബ്രാഞ്ചസ്, അതായത് എയറോനോട്ടിക്കൽ, അങ്ങനെ കുറെ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ എല്ലാ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ഞങ്ങൾ പറയാം EC എന്ന് പറഞ്ഞാൽ നിങ്ങൾ ECക്കാർക്ക് മാത്രമല്ല ട്രിപ്പിളിക്കാർക്കും അറ്റൻഡ് ചെയ്യാം. അയ്യോ, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ EC മാത്രം മെൻഷൻ ചെയ്തായിരുന്നു. EC മാത്രമല്ല ട്രിപ്പിളിക്കാർക്ക് ഒക്കെ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതൊക്കെ നമ്മൾ ഈ വീഡിയോ അല്ല, അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് തിങ്, ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? May 27th. Already started. May 27th ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ്, ഇപ്പം ഇന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഡേറ്റിനാണ് കാണുന്നത് അന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ നിൽക്കുക. ലാസ്റ്റ് ഡേയിലേക്ക് കൊടുക്കരുത്. കാരണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മിസ് ഔട്ട് ചെയ്യരുത്. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ എപ്പോഴാണ്? May 16th 2025 ആണ്. മെയ് അല്ല, June 16th 2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഒരിക്കലും നിങ്ങൾ ഈ June 16th വെക്കരുത്. ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഇന്ന് 30th ആണ്, അല്ലെ? ഇനി ആകെ ജസ്റ്റ് 16 ഡേയ്സേ ഉള്ളൂ. ആ 16 ഡേയ്സിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ മിസ് ഔട്ട് ആവരുത്. ഞങ്ങൾ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾ എന്താ ഇത് കണ്ടാൽ ചെയ്യുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ അഡ്മിൻസിന് മെസ്സേജ് അയക്കുക. വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. ഇനി നിങ്ങളുടെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിലോ 28 years. ദാറ്റ് ടു ആസ് ഓൺ 16th June 2025. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 28 വയസ്സ് കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ യു ഷുഡ് ബി ഡിഗ്രി ഹോൾഡർ ഓർ ഇപ്പൊ കറന്റ് പാസ് ഔട്ട് ആയവർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മതി ആ സമയത്ത്, അല്ലേ സർ? ഓക്കെ. ഇനി നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വരുമ്പോൾ യു ഷുഡ് ഹാവ് BTech ഡിഗ്രി വിത്ത് 65% മാർക്ക് ഓർ 6.84 CGPA. അതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ ഒക്കെ രംഗനാഥ് സാർ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. ഓക്കെ, ഇനി
ഫൈനൽ ഇയർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബിഫോർ 31st ഓഗസ്റ്റ്. അത് ഓഗസ്റ്റ് 31st മുന്നേ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുക. ഒബ്വിയസ്ലി കിട്ടും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇത് അഡ്വർടൈസ്മെന്റ് നമ്പർ ആണ്. 27 വന്നിരിക്കുന്നത്. 27 മെയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ ഫീസിലോട്ട് വരികയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ISR വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ ഇറ്റ് വിൽ കോസ്റ്റ് അറൌണ്ട് ആക്ച്വലി 750 rupees വരും. ബട്ട് 500 rupees is refundable. Yeah. So what happened is totally they are asking 750 along with the application. Okay. In that, if you are coming for the return test, they will refund 750 for this category, female candidates, and 500 rupees for general category. They will return it. Whatever account number you have given in your application form. Okay. So at the time of applying, you are supposed to pay 750. That we will see in the next video. There will be detail ആയിട്ട് നമ്മളത് പറഞ്ഞുതരാം. ഓക്കെ. ഇനി അടുത്തത് നിങ്ങളെ ഇന്റർവ്യൂ കോൾ എന്ന് വെച്ചാൽ 1:5 ആയിരിക്കും. ഓക്കെ. അത് ആൻഡ് വെയിറ്റേജ് 50% റിട്ടേൺ ടെസ്റ്റിന് 50% ഇന്റർവ്യൂ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇത് നിങ്ങൾ ഇതിനൊരു പാർട്ട് 1 വീഡിയോ ആയിട്ട് കണ്ടിരുന്നാൽ മതി. ഇതുമായിട്ട് ഒരു 4 വീഡിയോസ് വരുന്നുണ്ടാവും. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണണം, മനസ്സിലാക്കണം, എന്നിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. കേട്ടല്ലോ. ഒരു അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ 5 വീഡിയോ ആയിരിക്കും ടോട്ടൽ ഇടുന്നുണ്ടാവും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് അപ്ലൈ ചെയ്യാനുള്ളത്, ISR ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇനി സാലറി ഡീറ്റെയിൽസിൽ വേണമെങ്കിൽ ലുക്ക് അറ്റ് ബേസിക് പേ തന്നെ നിങ്ങൾക്ക് 56,000 ആണ്. സ്റ്റാർട്ടിങ് ഒരു എഞ്ചിനീയർ കിട്ടാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് സാലറി ഇൻ ഇൻഡസ്ട്രി ആണ്. ഈവൻ പുറത്ത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് സാലറി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര സ്കിൽഡ് എഞ്ചിനീയേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു പാക്കേജ് ആണ്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പറഞ്ഞ ബേസിക് പേ 56,000. ബേസിക് പേ മാത്രമല്ല, ഈ 56ന്റെ കൂടെ എന്തുകൊണ്ട് ഉണ്ടാവും? DA ഉണ്ട്, HRA ഉണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, പിന്നെ every 2 years LTC you will get, group insurance, house building advance, etc. So roughly 1 lakh per month will come. Totally you will get 12 LPA. 1 ലക്ഷം ഒരു മാസം നിങ്ങൾക്ക് അറൌണ്ട് സാലറി, സ്റ്റാർട്ടിംഗ് സാലറി. അത് 50,000 ബേസിക് പ്ലസ് ഓൾമോസ്റ്റ് ഈ കാര്യം കൂടും 1 lakh ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് സാലറി ഇൻ ഇൻഡസ്ട്രി. പ്രൈവറ്റ് പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? Apart from what Arjun told, from the coming January onwards, the 8th pay commission will be implemented. At least 30% of this salary will go up. So 12 will become 13 lakh. Okay. So 15 lakh. വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജനുവരി ആകുമ്പോൾ പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ 30% ഹൈക്ക്. ദാറ്റ് ഈസ് വിൽ ഗെറ്റ് അറൌണ്ട് 1.5 lakhs അറൌണ്ട്. അല്ലെ? After this return test and interview, you will be entering in the organization around December 1st week only. Then January 1st onwards, you will get the new salary. 1.5 1.3 lakhs. Okay. So ഇനി നിങ്ങളടുത്ത് എല്ലായിടത്തും പറയാനുള്ള ഒരു കാര്യം, ഈ ISR എങ്ങനെ ക്രാക്ക് ചെയ്യാം? ഞാൻ കാര്യം പറയാം, എല്ലാപ്പോഴും ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, ഞങ്ങള് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്ന എല്ലാ ജോബ് നോട്ടിഫിക്കേഷനും ബേസ് എന്ന് പറയുന്നത് ഗേറ്റ് ആണ്. നിങ്ങൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു ക്രാക്ക് ISR. അല്ലെങ്കിൽ ഗേറ്റിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ISR ഈസ് ജസ്റ്റ് എൻ എക്സാം അവേ. അത്ര സിമ്പിൾ ആയിട്ട്, കാരണം ഗേറ്റിന് അത്ര ടഫ്നെസ് ഇല്ല. ഗേറ്റിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. പക്ഷെ ISR എന്ന് പറയുന്നത് ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്, അല്ലെ? One and the second one, they questions taken from gate only, it will be coming here. Exactly. And also see, നമ്മൾ എംസിഗ്മ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് 1 year ആകുമ്പോൾ തന്നെ ഓൾ ഇന്ത്യയിലെ 5th റാങ്ക് ഉൾപ്പെടെ ആദ്യ 100ൽ 20 റാങ്കും നമ്മൾ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങൾ ആഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ മെയിൻ യൂട്യൂബ് ചാനൽ, ഇതിപ്പോ നമ്മുടെ മലയാളം ഗേറ്റ് ചാനലാണ്, നിങ്ങൾ നേരെ നമ്മുടെ എംസിഗ്മയുടെ മെയിൻ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആ 5th റാങ്കും. നമ്മൾ CET-ലുള്ള ആളാണ്, നഫീസ് ആണ് 5th റാങ്ക് അടിച്ചിരിക്കുന്നത്. അതിന്റെ സെലിബ്രേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ റിസൾട്ട് എല്ലായിടത്ത് പഠിക്കണം. ഓക്കെ. ആൻഡ് ഗേറ്റ് പഠിക്കാതെ നിങ്ങൾ റിസൾട്ട് ഉള്ളത് പഠിക്കണം. ആൻഡ് ISR കേസിൽ വരികയാണെങ്കിലോ, നമ്മൾ ISR മാത്രമായിട്ട്, ഇപ്പൊ രംഗനാഥ് സാർ ISR G ലെവൽ സയന്റിസ്റ്റ് ആയിട്ട് റിട്ടയർ ആയതാണ്. ഓക്കെ. സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഹാൻഡ് പിക്ഡ് ആയ 66 ടീച്ചേഴ്സ് ആണ് എംസിഗ്മയിൽ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ECക്കും മെക്കാനിക്കലിന് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത ടീച്ചേഴ്സിനെ വെച്ചിട്ട് ഞങ്ങൾ ISR തനിയായിട്ട് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫോർ മെക്കാനിക്കൽ ആൻഡ് ഫോർ EC. ഓക്കെ. സോ നിങ്ങൾ ഈ പ്രാവശ്യത്തെ ISR എക്സാം എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നമ്പറോടെ പ്രൊവൈഡ് ചെയ്യാം. CR ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജോയിൻ us. വി വിൽ ബി ഹെൽപ്പിംഗ് യു ടു ക്രാക്ക് ഇൻ ടു ISR. ഈ പ്രാവശ്യത്തെ എക്സാം നമ്മുടെ ഈ കോർ കരിയർ ഹബ് കമ്മ്യൂണിറ്റിയിലെ എല്ലാ കുട്ടികളും ക്രാക്ക് ചെയ്യണം.
അതിനുവേണ്ട ആത്മാർത്ഥമായ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ISR മാത്രമായിട്ടല്ല പഠിക്കേണ്ടത്, നിങ്ങൾ ഗേറ്റിന് പഠിക്കുക. ഗേറ്റ് പഠിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ISR ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ആരെങ്കിലും ഓൾറെഡി ഗേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഈ പ്രാവശ്യം ISR മാത്രം മതിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ISRന്റെ തനിയായിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു ആസ്ക് us. വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു.